ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണിലെ ഉളുപ്പുണിയിലേക്കാണ്. സമയം 3:15. നമ്മൾ ലഞ്ച് അടിക്കാനുള്ള പരിപാടിയാണ്. വരുന്ന വഴിക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മൂലമറ്റത്ത്. അവിടേക്ക് നമുക്ക് ലഞ്ച് അടിച്ചിട്ട് പോകാം. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ചെറിയ വെള്ളച്ചാട്ടം. അതിനു മുമ്പ് ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല പെരുമഴയാണെങ്കിൽ ഇതുപോലുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണണമെങ്കിൽ ഈ സമയത്ത് പറ്റുള്ളൂ കേട്ടോ. എന്താ ലുക്ക് നോക്കിയാ, അയ്യോ ഇത് 4ാമത്തെ ആണോ? ഇതുപോലുള്ള സൈഡിൽ 4ാമത്തെ വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഈ റൂട്ട് മഴക്കാലത്ത് കയറിയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ, പൂ വിരിഞ്ഞിരിക്കുന്നുണ്ടോ? നേരത്തെ ഞാൻ കാണിച്ച അതേ ചെടി തന്നെ റോഡിൻ്റെ സൈഡിൽ മുഴുവൻ പൂ വിരിഞ്ഞിരിക്കുക. ഈ കോടമഞ്ഞും ഈ വഴിയും ഈ പൂക്കളൊക്കെ കൂടെ ചേർന്നൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണോ. ഒരു രക്ഷയില്ല. ഇനി ഇവിടെ ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. പണ്ട് മണ്ണിടിഞ്ഞപ്പോൾ ഒലിച്ചു പോയൊരു സംഭവമാണിത്. ഫസ്റ്റ് ഞാനാണ് സൈഡറിങ് ഞാൻ പോകണം. ബാക്കിൽ നിൽക്കുന്ന സാധനം ഒരയുന്നുണ്ട്. ഇനി മറ്റുള്ളവർ ഇറങ്ങി വരുമ്പോൾ നമുക്ക് നോക്കാം. പോന്നോട്ടെ. പോട്ടെ ബാക്കൊരു ബൈക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. എൻ്റെ ബാക്കിൽ ആ സാധനം ഒരഞ്ഞേറിഞ്ഞാ പോകുന്നത് അല്ലേ? എല്ലാം വണ്ടിയായോ? ഒന്നോടില്ലേ ബ്രോസ്? ഈ സംഭവം കണ്ടോ? ഇത് പണ്ട് ഇവിടെ ഫുള്ള് റോഡുണ്ടായിരുന്നതാണ്. മണ്ണിടിച്ചിലുള്ള സമയത്ത് ഇടിഞ്ഞു പോയതാ. ആ സൈഡ് നോക്കിയാൽ കല്ലുകെട്ട് അതിങ്ങനെ ഇവിടം വരെ ഉണ്ടായിരുന്ന ഈ ഒരു ഏരിയ മുഴുവൻ ഇടിഞ്ഞ് ഒഴുകിപ്പോയതാ. അപ്പോൾ അതിന് പകരം ടെമ്പററി ആയിട്ട് ഇങ്ങനെ ഒരു പാലം ചെയ്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഒരു 2 വീലർ കയറി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. മാറിക്കൊടു. അങ്ങോട്ട് കയറി ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ആക്ച്വൽ വ്യൂ. ഇതാ സംഭവം. അത് മുഴുവൻ ബ്രേക്കറിനാണെന്ന് അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കുക. ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി വൈബ്. മറ്റേ മഴ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാതെ ഇറങ്ങി വാ, ഇതൊക്കെ വന്ന് കാട്. പക്ഷെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെയും മാസ്കിൻ്റെയും കാര്യമൊന്നും മറക്കണ്ട കേട്ടോ. മഴയൊക്കെ ഇത്തിരി വരാനുള്ളതല്ലേ. കുറച്ച് മഴയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലത്തെ കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഒരു കോളയും നോക്കി നിങ്ങൾ ഇതെന്നെ എന്നെ ഫീലാണ് നോക്കിയത്. മതി വരുന്നില്ല കേട്ടോ. അതൊന്നാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്ര പറഞ്ഞിട്ടും എത്ര കണ്ടിട്ടും എനിക്ക് മതി വരുന്നില്ല. ഭയങ്കര സന്തോഷം എനിക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുമ്പോൾ. ഈ റോഡ് ഇങ്ങനെ കാണണം.
ഇങ്ങോട്ടാ ഇങ്ങോട്ടാ അങ്ങോട്ടാണ്. ഇവിടെ ഓഫ് റോഡ് ഇറങ്ങാണ്. പോവല്ലേ അറിയില്ലെന്നല്ലേ, പോവല്ലേ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? പോവല്ലേ? നിങ്ങൾ വാങ്ങും. പോവില്ല. ആരെങ്കിലും വരണം, എനിക്ക് ഒറ്റയ്ക്ക് വളയ്ക്കാൻ പറ്റൂല. അങ്ങോട്ട് കയറിപ്പോയി. വാ വാ, ആള് കൂടുതൽ വേണം. കമോൺ കമോൺ. ഒരു രക്ഷയില്ല കേട്ടോ ബ്രോ. ഈ വഴി കയറ്റിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. ഇത് റോഡെന്ന് പറയാൻ പറ്റില്ല, തോടെന്ന് തന്നെ പറഞ്ഞിട്ട് വരും. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. ഇതിൽ എങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നതാണ്, ഒരു രക്ഷയില്ല. പഴയ നമ്മൾ ഇലവീഴ പൂഞ്ചിറ കയറി റോഡൊന്നും ഒന്നുമല്ല. കയറ്റുന്നവരുണ്ടായിരിക്കാം, അവർക്ക് ഹാറ്റ്സ് ഓഫ്. വഴിക്കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ കുത്തിയൊലിക്കുക. നമ്മളെന്തായാലും നടന്നു കയറാണ്. കുറേയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇതിലൊക്കെ വണ്ടി കൊണ്ട് പോകണ്ടോ പിള്ളേർ, ടയർമാർക്ക് കിടന്നോ സമ്മതിക്കണം. ഈ റൂട്ടിലേക്കൊക്കെ വണ്ടിയായിട്ട് കൊണ്ടുവന്നേ ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനം നടന്ന് നമ്മൾ കുന്നിൻ്റെ അവിടെ എത്തി. ഇതാണ് ഇയോബിന്റെ പുസ്തകത്തിൽ ആ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം. ആ സീൻ നടക്കുന്ന സ്ഥലമാണിത്. ആ അവരവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഡിയോ വരെ ഇരിക്കുന്നു. ഇവിടെ ഡിയോ വരെ കയറിയേക്കണ്. ഷോ ഇതിന് മുമ്പ് നമ്മളൊരു ഉളുപ്പണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് വേറൊരു സീസണിലായിരുന്നു. അന്ന് ഞാൻ കാണിച്ചു തന്നെ ഈ പുല്ലെല്ലാം കത്തിച്ച് കരിഞ്ഞ് കിടക്കായിരുന്നു. ഇപ്പോൾ തന്നെ നോക്കി ഫുള്ള് പച്ചപ്പായി, മുഴുവൻ പുല്ലായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി വൈബ്. ഇവർക്കൊക്കെ ഉറക്കത്തെ സാധനമല്ല എൻ്റെ വണ്ടി. എന്നെ ആരെങ്കിലും എടുത്തോട്ട് പോവോ?
ഇവിടെ ഇനി അധികം ഷൂട്ട് ചെയ്യാനൊന്നുമില്ല, മൊത്തം കോട കയറി കവറായി. ഒന്നും കാണുന്നില്ല. ഫൈനലി നടത്തിയിട്ട് പേരിലെത്തി. മഴയുള്ളതുകൊണ്ടാണ് ഇത്ര നേരത്തെ നമ്മൾ മൂടിയത്. ഉളുപ്പണിലേക്ക് വരാനായിട്ട് ശരിക്കും ഞങ്ങൾ വന്ന വഴിയല്ലാതെ വാഗമൺ വഴി വേറൊരു റൂട്ടുണ്ട്. ശരിക്കും ആ റൂട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന വഴി കൂടെയാണ് ഇങ്ങോട്ട് വരിക. അതാണെങ്കിൽ ഈസി ആയിട്ട് വണ്ടി ഇതിൻ്റെ മേളിലേക്കൊക്കെ കയറി വന്നേനെ. അതുപോലെ തന്നെ ജീപ്പുകളുടെ സർവീസും ഉണ്ട് ഈ റൂട്ടിലേക്ക്. ആ റെഡിയോ? എന്തുപറ്റി? ഒരാൾ പോയാൽ അടുത്ത ആൾ പോയാൽ മതി. പിന്നെ പതുക്കെ പോയാൽ 111. നിങ്ങൾ നേരത്തെ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലത്തിലേക്ക് കയറിയോണ്ട് എൻ്റെ വണ്ടി ഓഫായി പോയി. അപ്പോൾ വണ്ടിയുടെ മുഴുവൻ വെയിറ്റും എൻ്റെ കാലിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ മറിഞ്ഞു വീണ്ടായിരുന്നു, പക്ഷേ മൻസൂർ ബ്രോ ഓടി ഒന്ന് പിടിച്ചുകൊണ്ട് വീണില്ല. ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞാണ് കേട്ടോ. ഒരു 10 മീറ്ററിൻ്റെ അപ്പുറത്തോട്ട് ഒരു വക കാണാൻ പറ്റണില്ല. ഇതിനപ്പുറത്തേക്ക് കാണാനില്ല. ആ മഞ്ഞളായിട്ടുള്ള വണ്ടി കയറ്റിവിട്ടെ. ഒരു വണ്ടി തരാനില്ലേ? പതുക്കവാ. നമ്മുടെ വണ്ടിക്ക് ഫോഗ്ലൈറ്റൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് ശരിക്കും യൂസ് ആവുന്നത്. ഒരു രക്ഷയില്ലാത്ത കോടയാണ്. നിങ്ങൾ നോക്കി, ഒരു രക്ഷയില്ല. തിരിച്ച് ലൈറ്റൊക്കെ അടിച്ചിട്ട് ഫുൾ ഒരു വൈറ്റ് കളറാണ് കാണുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടാണെങ്കിലും നമുക്ക് ഒരു 10-15 മീറ്ററിനപ്പുറത്തേക്ക് ഒന്നും കാണാനില്ല. അവരോട് വരട്ടെ, ഒന്നിച്ചു പോവാം. നമുക്കിന്ന് വാഗമണ് ചെല്ലണം, റൂം എടുക്കണം, ഭക്ഷണം കഴിക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഐ ആം സൈനിങ് ഓഫ് KL5 Nomad. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.